കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ നമ്മോടൊപ്പം ചേരുകയാണ്. അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വല്ലാത്ത തോതിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. എന്താണ് നാട്ടുകൽ സിയുടെ പ്രശ്നം എന്താണ്? ഈ ദൗർഭാഗ്യകരമായ സംഭവം സെൻറ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം നടന്നിട്ടിപ്പോൾ ദിവസം ഇത്രയായി. ഞാൻ ഈ കുട്ടിയുടെ വീട് സന്ദർശിച്ചിരുന്നു. എനിക്ക് ഈ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് പല ആളുകളും പലതവണ പല പരാതികളുമായിട്ടും നമ്മളെ സമീപിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു വനിതാ അഭിഭാഷകയോട് വളരെ മോശമായിട്ട് പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് പെരുമാറുകയും അത് CCTV ദൃശ്യങ്ങളടക്കം ഉണ്ടായിട്ടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, കേസ് കൈകാര്യം ചെയ്യുന്നതിൽ കേസുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ കാര്യക്ഷമതയില്ലാത്തൊരു ഉദ്യോഗസ്ഥനാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ട് എനിക്ക് നേരത്തെ അറിവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥനാണ് ഇത് അന്വേഷിക്കുന്നത് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ ഈ ഒരു കേസ് അദ്ദേഹം എങ്ങനെ അന്വേഷിക്കുന്നത് സംബന്ധിച്ചൊരു ഒരു ആശങ്കയുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ആ കുട്ടിയുടെ വീട് സന്ദർശിച്ച ഒരു അരമണിക്കൂറിന് ശേഷമാണ് FIRൻ്റെ കോപ്പി കിട്ടുന്നത്. ആ FIRൻ്റെ കോപ്പിയിൽ അതീവ ഗുരുതരമായിട്ടുള്ളൊരു പിഴവാണ് കണ്ടെത്തിയത്. കാരണം ഈ കേസ് നിങ്ങളടക്കമുള്ള, പ്രത്യേകിച്ച് 24 ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ വളരെ കേരള സമൂഹത്തിന് മുന്നിൽ ഇത് വളരെ ശക്തമായിട്ട് അവതരിപ്പിച്ചൊരു കേസാണ്. വളരെ സെൻസിറ്റീവായിട്ടൊരു കേസാണ്. ഒരു ചെറിയ കുട്ടി ആത്മഹത്യ ചെയ്ത വലിയ തോതിൽ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഏറ്റെടുത്തുള്ള, കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്തൊരു കേസ് FIR രജിസ്റ്റർ ചെയ്ത സമയത്ത് അതിൽ മരിച്ച വ്യക്തി ഒരു പുരുഷനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കാം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് എത്രമാത്രം ഉദാസീനമായ രീതിയിലാണോ കേരളത്തിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ FIR ഇടേണ്ടത്? സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഈ പ്രതികൾ പലപ്പോഴും കോടതിയിൽ രക്ഷപ്പെട്ടു പോകുന്ന ഇത്തരം ടെക്നിക്കൽ ഗ്രൗണ്ടിൽ FIRൽ വരുന്ന ടെക്നിക്കൽ മിസ്റ്റേക്കുകൾ പിടിച്ചിട്ടാണ് പ്രതികൾ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത്. മറ്റൊന്ന്, ഇത്ര ദിവസമായിട്ടും ഈ വിഷയത്തിൽ ഈ കുട്ടി കൃത്യമായി തൻ്റെ മരണത്തിന് പുറകിൽ ആരൊക്കെയാണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഇതുവരെ കേസെടുത്തിട്ടില്ല, പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തോ ഒരു തരത്തിൽ ഒരു ഉദാസീനമായിട്ടുള്ളൊരു സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു. അതിൻ്റെ പുറകിലെ മോട്ടീവ് എന്താണെന്ന് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതാണ്. ഈ ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി സർക്കാർ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ടീമിനെ തന്നെ ഈ കേസ് അന്വേഷിക്കുന്നതിൽ ഏർപ്പെടുത്തേണ്ടതാണ്, അവരെ നിയോഗിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഈ ഇരയുടെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് നീതി ലഭിക്കൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും എടുത്ത് പറയുന്നത് FIR ആണ്, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, പ്രഥമ വിവരം മാത്രമാണ്. അതിലൊരു പിഴവുണ്ടെങ്കിൽ അത് തിരുത്തിക്കൂടെ? അങ്ങനെ കൂടി നമ്മൾ ചിന്തിച്ചൂടെ? ഈ പ്രഥമ വിവര റിപ്പോർട്ടിൽ ഉണ്ടാകുന്ന ടെക്നിക്കൽ ഫാൾട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പലപ്പോഴും കേരളത്തെ പ്രമാദമായ കേസുകളിൽ പല പ്രതിഭാഗങ്ങളും രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ FIRൽ എങ്ങനെയാണ് ഇത്ര സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് പിഴവ് സംഭവിക്കുന്നത്? അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് SHO അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ IO എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പിഴവാണ്. അത് ചെറിയ പിഴവല്ല. ഇനി അതെങ്ങനെ തിരുത്തി മുന്നോട്ട് പോകും? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കില്ലേ? ഇപ്പോൾ ഇരയ്ക്ക് നീതി ലഭ്യമാക്കേണ്ട പോലീസ് ഇത്ര ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണോ ഈ കേസിനെ സമീപിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടി വേണ്ടതാണ്, ശക്തമായിട്ടുള്ള നടപടി വേണ്ടതാണ്. അദ്ദേഹം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ യോഗ്യനല്ല എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള അന്വേഷണങ്ങൾ മറ്റ് പല കേസുകളുമായി ബന്ധപ്പെട്ടും ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങളിലേക്ക്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിൽ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ എന്നുള്ള നിലയ്ക്കും എനിക്ക് അങ്ങേയറ്റത്തെ ആശങ്കയുണ്ട്, വിഷമമുണ്ട്. ഇരയ്ക്ക് നീതി ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഹാൻഡ് റൈറ്റിംഗ് പരിശോധന അടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ. അത് ആത്മഹത്യക്കുറിപ്പ് കിട്ടിയ മറ്റൊരു കുട്ടിയുടെ ബാഗിൽ നിന്നാണ്. അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് അങ്ങ് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്നാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് പോലീസിൻ്റെ ഒരു മെല്ലെപ്പോക്ക് വിഷയത്തിലുണ്ട്. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് അവർക്ക് ഹാൻഡ് റൈറ്റിംഗ് പരിശോധിക്കാൻ സാധിച്ചില്ല, ഇത് സംബന്ധിച്ച പരിശോധന നടത്താൻ സാധിച്ചില്ല, പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് ചേർന്നതല്ല. ഇന്നത്തെ കാലത്ത് ഇത്തരം പരിശോധനകളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ഇവിടെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തിട്ടില്ല, ഇപ്പോഴും ദുരൂഹമരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പോലീസിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് സംശയിക്കേണ്ടി വരുന്നു. ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കിടയിലൊക്കെ വലിയ ആശങ്കയുണ്ട്.
ഇത്തരത്തിൽ ഉള്ള അനുഭവം ഇനി ഒരു രക്ഷിതാവിനും ഉണ്ടാകരുത് എന്നാണ് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുപോലെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ, ഒരു കേസിൽ FIRൽ ഇതുപോലെ ഗുരുതരമായിട്ടൊരു പിഴവ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വരുത്തുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ആ ജോലിയിൽ തുടരാൻ അർഹതയില്ല എന്ന് തെളിയിക്കുന്നതാണ്. എന്തായാലും ഈ നിയമ നടപടി എന്നുള്ള തരത്തിലേക്കൊക്കെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് പൂർണ്ണ പിന്തുണ എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഞാൻ കുട്ടിയുടെ രക്ഷിതാവായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് എനിക്ക് വളരെ നേരത്തെ ബന്ധമുള്ള ആളാണ്. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ അവരോട് എല്ലാ പിന്തുണയും, ഇത് രാഷ്ട്രീയമോ മറ്റേതെങ്കിലും നോക്കിയിട്ട് പരിഗണിച്ചിട്ടല്ല, ഇവിടുത്തെ എല്ലാ പൊതുപ്രവർത്തകരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ മനുഷ്യസ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണ അവർക്കുണ്ട്. തീർച്ചയായിട്ടും അതേ രീതിയിൽ തന്നെ നമ്മളും അവർക്ക് പിന്തുണ കൊടുക്കും. എല്ലാ അർത്ഥത്തിലും ഉള്ള പിന്തുണയുണ്ട്. കാരണം ഒരു കുടുംബത്തിലും ഇതുപോലെ ഒരു ദുരന്തം ഇനി ആവർത്തിച്ചുകൂടാ, നമ്മുടെ ഒരു പൊന്നുമക്കൾക്കും ഇതുപോലെ ഒരു ദുരവസ്ഥ ഉണ്ടായിക്കൂടാ എന്ന് ഉള്ള വളരെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള നീചമായ നടപടികളും ഉണ്ടായിക്കൂടാ. ഇതിലൊരു ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്ന 2008 ഈ സ്കൂളിലേക്ക് ആദ്യമായിട്ട് ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച പൊതുപ്രവർത്തനമാണ് ഞാൻ. അക്കാലത്ത് ഈ സ്കൂളിലേക്ക് രാവിലെയും വൈകിട്ടുമായിട്ട് വരുന്ന വാഹനങ്ങൾ ആ ചെറിയ റോഡിൽ നിർത്തിയിട്ട് അപ്പുറത്തുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വലിയ പ്രയാസമായിരുന്നു. ഒരിക്കലും ഒരാൾക്ക് അസുഖബാധിതനായിട്ട് ഒരാളെ കൊണ്ടുപോകാൻ, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വലിയ പ്രയാസം ഉണ്ടായ സമയത്ത് ഞങ്ങൾ ആ സ്കൂളിൻ്റെ ഗേറ്റ് തുറന്ന് സ്കൂൾ കുട്ടികളെ ഉള്ളിലിറക്കണം. റോഡിലിറക്കി കഴിഞ്ഞാൽ അത്ര മണിക്കൂറുകളോളം അവിടെ ഗതാഗത കുരുക്കുണ്ടാകുന്നു എന്ന ഒരു പരാതി മാന്യമായിട്ട് പറയാൻ പോയ സമയത്ത് സ്കൂൾ അധികാരികൾ വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പം തന്നെ ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ആ നിമിഷം തന്നെ അവിടെ സമരം ചെയ്യേണ്ടി വന്നു. പിറ്റേ ദിവസം അങ്ങോട്ട് സ്കൂളിലേക്ക് മാർച്ച് നടത്തി. അതിനുശേഷം എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ അന്ന് ഋഷാജ് സിംഗാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ആ സ്കൂളിലേക്ക് അക്കാലത്ത് ഓടിയിരുന്ന വാഹനങ്ങൾ മുഴുവൻ യാതൊരു ബുക്കും പേപ്പറൊന്നും ഇല്ലാത്ത വാഹനങ്ങളായിരുന്നു. വലിയ തോതിലുള്ള പിഴ അന്ന് ആ വിദ്യാലയത്തിന് സ്കൂളിന് ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂളിനെതിരെ എന്നല്ല, ആ സ്കൂളിലെ ഇത്തരം പ്രവണതകൾക്കെതിരെ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഒരു പ്രതിഷേധ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. എന്തായാലും ഇതിനി ആവർത്തിച്ചുകൂടാ. അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം. എൻ്റെ അമ്മയും അധ്യാപികയായിരുന്നു. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു വിട്ടൊരു അധ്യാപികയായിരുന്നു. അപ്പോൾ ടീച്ചർമാരൊക്കെ കുട്ടികളെ ശിക്ഷിക്കുന്നതും ശാസിക്കുന്നതും ഒക്കെ ഉണ്ട്. അതൊക്കെ ആ കുട്ടികൾ നന്നാവണം എന്ന ഉദ്ദേശത്തോടെ പൊതുവിദ്യാലയങ്ങളിലൊക്കെ നടത്തുന്ന ശാസനയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു കുട്ടിക്ക് ഒരല്പം മാർക്ക് കുറഞ്ഞാൽ ആ കുട്ടിയെ ഡീപ്രൊമോട്ട് ചെയ്യാൻ രാജ്യത്തെ ഏത് നിയമമാണ് അവർക്ക് സമ്മതം കൊടുക്കുന്നത്? അങ്ങനെ ഏത് നിയമമാണ് ഈ നാട്ടിലുള്ളത്? ഒരു കുട്ടി ഒരു എക്സാമിൽ ഒരല്പം മാർക്ക് കുറഞ്ഞാൽ ആ കുട്ടിയെ തൊട്ട് താഴെയുള്ള ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്താൻ അത്തരത്തിൽ ഏതെങ്കിലും നിയമം നമ്മുടെ രാജ്യത്തുണ്ടോ? അപ്പം അത് വളരെ രാജ്യത്തെ വിദ്യാഭ്യാസ അവകാശ നിയമം പോലെയുള്ള നിയമങ്ങൾ നിലവിലിരിക്കെ ആ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടൊരു വിദ്യാലയം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തായാലും അതാണ് സന്ദീപ് വാര്യർക്ക് പറയാനുള്ളത്. നാട്ടുകൽ CI ഹബീബുള്ളക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം. FIRലെ പിഴവടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഈ ആക്ഷേപങ്ങൾ സന്ദീപ് വാര്യർ ഉന്നയിക്കുന്നത്. രാജീവ് സുദേവനും അഷ്റഫ് അലിക്കുമൊപ്പം ശ്രീ ശ്രീകുമാരൻ, 24 പാലക്കാട്.